ഒരുപാട് നാളായിട്ട് മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നേ, ഞങ്ങളുടെ മോളെ മ്യൂസിക് ക്ലാസ്സിൽ ചേർക്കണമെന്ന്. അങ്ങനെ ഇന്നത് സാധിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ തൗരത്രിയിൽ പോയി അഡ്മിഷനൊക്കെ എടുത്തു. അഡ്മിഷൻ എടുത്തതോടൊപ്പം തന്നെ ഞങ്ങളൊരു വയലിൻ മേടിക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോയി. നമ്മുടെ കരുനാഗപ്പള്ളിയിലുള്ള പ്രണവം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഷോപ്പിലാണ് പോയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കരുനാഗപ്പള്ളിയിലെ ഏക മ്യൂസിക്കൽ ഷോപ്പാണിത്, ഇൻസ്ട്രുമെൻ്റൽ ഷോപ്പാണിത്. എന്നെക്കാളും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത് എൻ്റെ ഏട്ടനാണ് കേട്ടോ. ലീവ് കഴിഞ്ഞ് പോകുന്നതിന് മുന്നേ വയലിൻ ക്ലാസ്സിന് ചേർക്കണം, അങ്ങനെ അഡ്മിഷൻ എടുക്കണം, അങ്ങനെ വന്നതാണ് ഞങ്ങൾ. ആ കടയിലെത്തിയപ്പോഴത്തേക്കും അവിടെ വയലിൻ മാത്രമല്ല, ഗിറ്റാറുകളും മറ്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും ഒക്കെ കണ്ടപ്പോൾ ഒരു വേറിട്ട ഫീലായിരുന്നു കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കാവാത്ത ചില സ്വപ്നങ്ങൾ നമ്മുടെ കുട്ടികളിലൂടെ പൂർത്തിയാക്കാൻ കഴിയുന്ന സമയങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു ദിവസമാണ് ഇന്ന്. അങ്ങനെ എൻ്റെ ഏട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടോ ഓടക്കുഴയിൽ പഠിക്കണം എന്നുള്ളത്. അങ്ങനെ അവിടെ വന്നിട്ട് ഓടക്കുഴയിലൊക്കെ എടുത്ത് നോക്കുക വായിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തായാലും ഒരെണ്ണം വാങ്ങുക തന്നെ ചെയ്യും. അങ്ങനെ നോക്കുക. അങ്ങനെ ഞങ്ങളുടെ മോളുടെ കയ്യിലേക്ക് ആദ്യമായിട്ട് വയലിൻ കൊടുക്കുകയാണ്. ചെറിയ കൈകളിൽ ഒരു വലിയ എന്തോ ഒരു സ്വപ്നം കൊടുക്കുന്ന പോലെയാണ് തോന്നി. അപ്പോൾ അവളുടെ മുഖത്ത് കാണുന്ന ആ ഒരു സന്തോഷവും അതൊക്കെ ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീല്. പിന്നെ കുഞ്ഞിനത് അത്രയും ഇഷ്ടമായി എന്ന് കണ്ടപ്പോൾ നമുക്കും അത് നല്ല സന്തോഷമായി. ഇവിടെയുള്ള ഓരോ ഇൻസ്ട്രുമെൻസും ഓരോരോ കഥ പറയുന്ന പോലെ നമുക്ക് തോന്നുന്നത്. അവിടെ നിന്ന് കുഞ്ഞിന് പറ്റിയ ആ ഒരു വയലിൻ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, അത് കാണാൻ തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ. ആ ഷോപ്പിലുണ്ടായിരുന്ന വയലിനും ഗിറ്റാറും ഒക്കെ കാണാൻ തന്നെ നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണ് ഇത്ര എക്സൈറ്റഡ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഏട്ടനും ഓരോ വയലിനും ഗിറ്റാറും എല്ലാം എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. അവിടെ ഷോപ്പിലുള്ള അദ്ദേഹം നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു എല്ലാത്തിനും. ആ ഷോപ്പിൽ അദ്ദേഹവും ഞങ്ങൾക്ക് നല്ലതായിട്ട് എല്ലാ കാര്യങ്ങളും ഓരോരോ ഇൻസ്ട്രുമെൻസിനെ പറ്റിയിട്ടും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ ഈ ഷോപ്പിൽ വന്നിട്ട് മോൾക്ക് ഏതാണ് താല്പര്യം എന്നൊക്കെ എല്ലാം ഒന്ന് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഒക്കെ ഒന്നുകൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണിച്ചിട്ട് മോൾക്ക് വയലിൻ ഇഷ്ടമായിട്ട് തോന്നി. പിന്നെ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലല്ലോ എന്തിൽ പോകണം, എന്താണ് അവരുടെ കഴിവ് എന്നൊന്നും അവർക്ക് തിരിച്ചറിയാറായില്ലല്ലോ. നമുക്കും അറിയത്തില്ല. നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഇവർക്ക് എന്താണ് ഇഷ്ടം, എന്താണ് താല്പര്യം, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിച്ച് വരാൻ ഒരുപാട് സമയമെടുക്കും. പക്ഷേ അപ്പോഴത്തേക്കും സമയം പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഓരോ സമയവും കുട്ടികൾക്ക് നമ്മൾ വിലപ്പെട്ടതാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു വെക്കേഷൻ തൊട്ട് മോളെ വയലിൻ ക്ലാസ്സിന് കൊണ്ട് ചേർത്തു. ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് കാണുമ്പോഴും ഇത് വേണം എന്നൊക്കെ ആൾ പറയുന്നുണ്ട്. എന്നാലും ആൾ അങ്ങനെ സ്വന്തമായിട്ട് ശ്രീയാൻവി ഒരു വയലിൻ സ്വന്തമാക്കി. അങ്ങനെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ എന്ത് രസമാണ്. ഏട്ടൻ എപ്പോഴും പറയും ആർമിയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ട് വന്നിട്ട് വേണം എനിക്ക് മ്യൂസിക്കൽ ക്ലാസ്സിന് പോകാനെന്നൊക്കെ. അത്രത്തോളം ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത് ശ്രീയാൻവിയുടെ പുതിയൊരു തുടക്കമാണ്. ഞങ്ങളുടെ മോളുടെ ആദ്യ പടിയാണിത്. അങ്ങനെ വയലിനൊക്കെ കിട്ടിയ സന്തോഷത്തിൽ ആൾ നിൽക്കുകയാണ്. അങ്ങനെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.